സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും അധികം ചർച്ചകൾ നടക്കുന്നത് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്ത് 1000 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. കണ്ണൂർ ജില്ലയിലും നിരവധി പേർ തട്ടിപ്പിനിരയായി എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. 3000-ലധികം പരാതികൾ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലുണ്ട്. പകുതി വിലക്ക് തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ്, ഇലക്ട്രിക് സ്കൂട്ടർ എന്നിവയെല്ലാം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ പണപ്പിരിവ് നടന്നു. സീഡ് എന്ന സൊസൈറ്റി രൂപീകരിച്ച് അനന്തുകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നത്. സന്നദ്ധ സംഘടനകൾ വിവിധ NGOകളുമായി സഹകരിച്ച് നേരത്തെ തന്നെ ഇത്തരത്തിൽ പല പദ്ധതികളും നടപ്പാക്കി വന്നിട്ടുണ്ട്. അത്തരത്തിൽ പദ്ധതി നടപ്പാക്കിയ ഒരു സ്ഥാപനമാണ് കണ്ണൂരിലെ APJ അബ്ദുൽ കലാം ലൈബ്രറി. ആ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് നേരത്തെ തന്നെ തയ്യൽ മെഷീനുകളും സൈക്കിൾ, ലാപ്ടോപ്പ്, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയൊക്കെ നൽകിയിരുന്നു. ഈ സ്ഥാപനത്തിനെതിരെ APJ അബ്ദുൽ കലാം ലൈബ്രറിക്കെതിരെ അതിൻ്റെ സാരഥിയായ മുൻ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK ബൈജുവിനെതിരെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ തട്ടിപ്പ് APJ അബ്ദുൽ കലാം ലൈബ്രറിയുമായി ബന്ധപ്പെട്ടും നടക്കുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപമാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉന്നയിച്ചത്. ഈ ആക്ഷേപത്തിന് മറുപടി നൽകുകയാണ് APJ അബ്ദുൽ കലാം ലൈബ്രറിയെ നയിക്കുന്ന PK ബൈജു. ഈ APJ അബ്ദുൽ കലാം ലൈബ്രറി ഈ പാതി വിലക്ക് സാധനങ്ങൾ നൽകുന്നുണ്ടോ? നമ്മുടെ ലൈബ്രറി എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ലൈബ്രറികളും ഒരു സാംസ്കാരിക പ്രവർത്തനം, പുസ്തക വിതരണം ഒക്കെ നടക്കുകയാണ്. അതിൻ്റെ ബൈലോ തന്നെ പറയുന്ന കാര്യമാണ് ഈ നാടിലുള്ള പാവങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക, അവരുടെ ദാരിദ്ര്യം മാറ്റാൻ ആവശ്യമുള്ള ഇടപെടൽ നടത്തുക, അവർക്ക് തൊഴിൽ നൽകുക, വിദ്യാഭ്യാസ മേഖല ഇടപെടുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബൈലോ പറയുന്നത്. ആ ബൈലോ പ്രകാരം നമ്മൾ കുറേ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. നമ്മളെ പ്രധാനപ്പെട്ട പദ്ധതി ഞാൻ നേരത്തെ പറഞ്ഞ സാംസ്കാരിക പ്രവർത്തനം ഒപ്പം തന്നെ ഉള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ വനിതാവേദി. വനിതാവേദി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് സോപ്പ് നിർമ്മിക്കുന്നത്, അതുപോലെ ലിക്വിഡുകൾ ഉണ്ടാക്കുന്നത്, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ചെയ്തു വരികയാണ്. ആ ഘട്ടത്തിലാണ് ഈ പറഞ്ഞ പാവപ്പെട്ട സ്ത്രീകളെ സമീപിക്കാൻ വേണ്ടി തയ്യൽ മെഷീൻ കൊടുക്കാനുള്ള ഒരു പദ്ധതി നമ്മളെ മുന്നിൽ വരികയാണ്. ആ പദ്ധതിയെ ബന്ധപ്പെട്ടുകൊണ്ട് 2022 മുതൽ നമ്മൾ സാധനം കൊടുത്തു വരികയാണ്. അത് പകുതി വില എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പകുതി വില എല്ലാം തട്ടിപ്പാണെന്ന്. അങ്ങനെ ഇതൊരു തട്ടിപ്പല്ല. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ചില ആളുകൾ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം ഉൾപ്പെടെ കാര്യങ്ങൾ എനിക്കൊന്നും ശരിക്കും പഠിക്കാതെ കൊണ്ട് വന്നിട്ടുള്ള കാര്യമാണ്. ഈ പദ്ധതിയൊന്നും തട്ടിപ്പല്ല. പക്ഷേ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുകൾ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് അത് വെളിച്ചത്തുകൊണ്ട് വരണം. എവിടെയൊക്കെയാണ് ഫണ്ട് കൊണ്ടിട്ടുള്ളത് അതൊക്കെ വെളിച്ചത്തോടെ, അത് മറ്റൊരു കാര്യം. പക്ഷേ ഈ പദ്ധതി തട്ടിപ്പല്ല. നിങ്ങൾ നോക്കുക, നമ്മൾ കൊടുക്കുന്ന തയ്യൽ മെഷീൻ, നമ്മൾ ഉഷ കമ്പനിയുടെ തയ്യൽ മെഷീനാണ് കൊടുക്കുന്നത്. സാധാരണ തയ്യൽ മെഷീൻ്റെ വില എന്ന് പറയുന്നത് സിംഗിൾ മെഷീൻ്റെ വില 7600 അത് 3800 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളെ സംസ്ഥാനത്ത് ആകെ 250 സന്നദ്ധ സംഘടനകളുടെ ഈ കൂട്ടായ്മയാണ് ഇത് ചെയ്തു വരുന്നത്. നിങ്ങൾക്കിപ്പോൾ 7600 ഒരു തയ്യൽ മെഷീൻ നിങ്ങൾ ആമസോണിൽ പോയിട്ട് എനിക്ക് ഉഷയുടെ തയ്യൽ മെഷീൻ വേണം എന്ന് പറഞ്ഞാൽ 7600 തയ്യൽ മെഷീൻ നിങ്ങൾക്ക് 5000 രൂപയ്ക്കോ അല്ലെങ്കിൽ 5500 കിട്ടും. ഒരു സിംഗിൾ മെഷീൻ വാങ്ങുമ്പോൾ ആമസോൺ എന്ന് പറഞ്ഞ സ്ഥാപനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരികയാണ്. അതേപോലെയാണ് നമ്മുടെ ബൾക്ക് പർച്ചേസാണ്. നമ്മുടെ ബൾക്ക് പർച്ചേസ് 10-200 സംഘടന ചേരുമ്പോൾ ഒരു സംഘടന ഒരു 100 തയ്യൽ മെഷീൻ ഒരു ഘട്ടത്തിലെടുക്കുമ്പോൾ 20,000 തയ്യൽ മെഷീൻ വരും. ചിലപ്പോൾ നമ്മളൊക്കെ വളരെ ചെറിയ നമുക്ക് ഒരു എണ്ണം തരും, ഒരു 30-40 എണ്ണം തരും ഒരു ഘട്ടത്തിൽ. അങ്ങനെ വരുമ്പോൾ ഒരു 10-12,000 തയ്യൽ മെഷീൻ ഒന്നിച്ച് വരുമ്പോൾ ഈ പകുതി പൈസക്ക് കൊടുക്കാൻ വേണ്ടി കമ്പനിക്ക് സാധിക്കും. ഇത് തട്ടിപ്പാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം വേണ്ടത് ഉഷ കമ്പനിയോട് പോയി അന്വേഷിക്കണം, ഇത് തട്ടിപ്പ് നടന്നിട്ടുണ്ടോ. HP ലാപ്ടോപ്പ് i3 കമ്പനി HP i3 ലാപ്ടോപ്പ് നമ്മൾ 40,000 രൂപ വില നിശ്ചയിക്കുന്ന ലാപ്ടോപ്പ് 20,000 രൂപ കൊടുക്കുമ്പോൾ അതും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ പോയി കഴിഞ്ഞാൽ 40,000 രൂപയുടെ വില നിങ്ങൾക്ക് 31,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഒരെണ്ണം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഏത് തട്ടിപ്പാണോ? ആമസോൺ തട്ടിപ്പാണോ? അങ്ങനെയല്ല. അപ്പോൾ ഇത് തട്ടിപ്പല്ല. ഈ സംവിധാനം വളരെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു സംവിധാനമാണ്. വാഹനത്തിൻ്റെ കാര്യത്തിലും എല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ 2022 നടക്കുന്ന കാലത്ത് ഈ കഴിഞ്ഞ ദിവസം വരെ ഇപ്പോൾ അവസാനത്തെ ഫെബ്രുവരി മാസം ഒരു 6-ാം തീയതി വരെ ഇവിടുന്ന് നമുക്ക് നേരത്തെ വന്നിട്ടുള്ള തയ്യൽ മെഷീൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ലാപ്ടോപ്പ് കുറച്ച് സ്റ്റോക്കിൻ്റെ കുറവാണ്, കുറച്ച് കൊടുക്കാൻ ബാക്കിയുണ്ട്. തയ്യൽ മെഷീൻ കൊടുക്കാൻ ബാക്കിയുണ്ട്. ഇരുചക്ര വാഹനം നമ്മളൊരു 3 ബാച്ചുകളായിട്ട് 300 ഇരുചക്ര വാഹനം നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ആകെ 1000 വരുന്ന തയ്യൽ മെഷീൻ കൊടുത്തു, 600 വരുന്ന ലാപ്ടോപ്പ് കൊടുത്തു, 300 വരുന്ന
ഇരുചക്ര വാഹനം കൊടുത്തു. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പോര് നടക്കുകയാണ്. എന്താ ഇപ്പോൾ ഞങ്ങളൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇതൊന്നും ഒരു രാഷ്ട്രീയമായിട്ടല്ല എല്ലാവരും കാണുന്നത്. ഈ സന്നദ്ധ സംഘടന എന്ന് പറയുന്നത് സന്നദ്ധ പറയുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ പ്രവർത്തനം സംഘടിപ്പിക്കുന്ന സന്നദ്ധ സംഘടനകളാണ്. ഇത് ഈ ക്രിസ്ത്യൻസ് മേഖലയിലുള്ള ആളുകളുണ്ട്, മുസ്ലിം മേഖല ആളുകളുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനം എന്താ? നമ്മുടെ കോവിഡ് വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ എല്ലാം ഗവൺമെൻറ് സമീപിക്കുന്നത് സന്നദ്ധ സംഘടനകളാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തു വന്നാൽ അത് വലിയ ലാഭം കൊടുക്കില്ല. ഇത് അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ നമുക്ക് ഇതിൻ്റെ നടത്തിപ്പോയി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഈ കമ്പനിയായി ബന്ധപ്പെട്ടുകൊണ്ട് സാധനം തരുന്ന ഞങ്ങളാകെ വാങ്ങുന്നത് ഈ വരുന്ന ആളുകൾക്ക് 150 രൂപ, നേരത്തെ 100 രൂപയായിരുന്നു, പിന്നീട് 150 രൂപ നമ്മുടെ മെമ്പർഷിപ്പിൽ APJ ലൈബ്രറിയുടെ മെമ്പർഷിപ്പ് വാങ്ങാം. പിന്നീടാണ് നമ്മൾ ഒരു 200 രൂപയൊക്കെ അവർക്ക് വാങ്ങുന്നത്. അപ്പോൾ അതിങ്ങനെ ഓരോ ഘട്ടത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മ തീരുമാനിക്കുന്ന ആ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ പോകുക. അങ്ങനെയാണ് ഈ സംവിധാനം. അതുകൊണ്ട് ആരും തന്നെ മനസ്സിലാക്കേണ്ടത് ഈ സംവിധാനം പൂർണ്ണമായും തട്ടിപ്പാണ് എന്ന് പറയാൻ വേണ്ടി പാടില്ല. ഇപ്പം നടന്ന ഇവർ നടത്ത ചില തട്ടിപ്പ് അത് പുറത്തു കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ ചെയ്യണം. ഇനിയിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. സീഡും സൈനും. സീഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അവരുടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൊസൈറ്റി. അത് എല്ലാ ജില്ലയിലും ബ്രാഞ്ചുകൾ ഉണ്ടാക്കി കണ്ടമാനം വ്യാപകമായിട്ട് വണ്ടിക്ക് ഓർഡർ എടുത്തു. നമ്മളൊന്നും അങ്ങനെയല്ല. നമുക്കൊരു ഘട്ടത്തിൽ നമ്മുടെ കമ്മിറ്റി തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഒരു 10-30 എണ്ണം തരും, അല്ലെങ്കിൽ 10-100 എണ്ണം തരും. അതിനപ്പുറം നമ്മൾ എടുക്കില്ല. അത് ഒരു ബാച്ച് കഴിഞ്ഞ് മാത്രമേ രണ്ടാം ബാച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ രണ്ടാം ബാച്ചിന് എടുക്കൂ. അപ്പോൾ ഈ അനന്തകൃഷ്ണൻ്റെ തട്ടിപ്പായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഒരു പങ്കില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇത് പങ്കില്ല എന്ന് മാത്രമല്ല, ഇതിനെല്ലാം ഞങ്ങളെ അടക്കം വാദിക്കുന്നുണ്ട്. ആ വാദിക്കുന്നത് നമ്മൾ പരിഹരിക്കാൻ വേണ്ടി കൂട്ടായ ശ്രമം നമ്മൾ നടക്കുകയാണ്. ഇപ്പോൾ തന്നെ HP കമ്പനിയും ഉഷ കമ്പനിയും ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ അവരുമായി ചർച്ച നടത്തി അടുത്ത ദിവസം മുതൽ തന്നെ ഈ സാധനങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഓർത്തി വരികയാണ്. വാഹനമായി ബന്ധപ്പെട്ടുണ്ട്, വാഹന ഡീലർമാരുമായി ബന്ധപ്പെട്ടു. ഡീലർമാരല്ല ഇത് കൊടുക്കുന്നത്, ഈ വാഹനങ്ങളുടെ കമ്പനിയാണ്. ഇതെല്ലാം മാർക്കറ്റിംഗ് ഫണ്ടാണ്, വാഹന കമ്പനികളാണ് കൊടുക്കുന്നത്. ആ കമ്പനികളുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കാൻ പോവുകയാണ്. നമ്മളുമായി ബന്ധപ്പെട്ട് ഈ NGO സംഘടനയെ ബന്ധപ്പെട്ട് സന്നദ്ധ സംഘടനയെ ബന്ധപ്പെട്ടുകൊണ്ട് സീഡിൻ്റെയും സൈനിൻ്റെയും കാര്യം പറയാൻ ഞങ്ങളല്ല, അത് കവർ ചെയ്യേണ്ടതാണ്. ഈ സന്നദ്ധ സംഘടന 10-250 വരുന്ന സന്നദ്ധ സംഘടനകൾ സംസ്ഥാനത്താകെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഗുണഭോക്താക്കളുണ്ട്. അവർക്കാവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയാണ്. ഇനി മറ്റൊന്ന് APJ ലൈബ്രറിയെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തെല്ലാം കൂട്ടായ്മ ഉണ്ടായി കഴിഞ്ഞാൽ APJ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു വലിയ ബൃഹത്തായ സംഘടനയാണ്. ഒരു വലിയ തോതിൽ പ്രവർത്തനം സംഘടിപ്പിക്കുന്ന സംഘടനയാണ്. അതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്ന സംഘടനയാണ്. നമ്മൾ നെറ്റ് സീറോ കാർബൺ എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യണം. അതാണ് നിങ്ങൾ ഈ കാണുന്ന സൈക്കിള്. ഈ സൈക്കിളും നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത് ഇത് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് വരികയാണ്. ഇതും പകുതി വിലക്ക് കൊടുക്കുകയാണ്. ഇത് തട്ടിപ്പൊന്നല്ല. നമ്മൾ ഈ ചർച്ച നടന്നു കൊടുക്കുമ്പോഴും ഈ സൈക്കിൾ ഇപ്പോഴും സ്റ്റോക്ക് വരുന്നത് ഇത് കൊടുക്കുന്നത്. ഇത് അവിടെ കാണുന്ന ഇലക്ട്രിക് സ്കൂട്ടർ, ഈ സ്കൂട്ടർ സൂം എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ ലോഡ് സൂം എന്ന് പറഞ്ഞ കമ്പനിക്ക് കണ്ണൂർ നിൽക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിപ്പോൾ നമ്മളാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ കൂടിയും ഈ കമ്പനിയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മട്ടന്നൂർ കിൻഫ്ര പാർക്കിൽ നേരത്തെ EP ജയരാട്ടൻ മന്ത്രിയായ സമയത്ത് അവിടെ തറക്കല്ലിട്ടുള്ള ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന ഈ സൂം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് ഈ തയ്യൽ മിഷൻ കൊടുക്കലും ലാപ്ടോപ്പ് കൊടുക്കലും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് APJ ലൈബ്രറിയുടെ ഭാഗമായിട്ട് മറ്റ് സന്നദ്ധ സംഘടനകളും അവർ പറയേണ്ടതാണ്. ഞങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ കമ്മിറ്റി ഇത് ചർച്ച ചെയ്തു. ഈ പ്രശ്നങ്ങൾ വരുന്ന വന്നപ്പോൾ ഞങ്ങളുടെ ഗുണഭോക്താക്കൾക്ക് ചെറിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിത് ചർച്ച ചെയ്തു. ഞങ്ങൾ പറയുന്നത് ഇത് പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. പെട്ടെന്നല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച ആയെങ്കിൽ നമുക്ക് സമയബന്ധമായി കൊടുത്തു തീർക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഈ ഗുണഭോക്താക്കളെ മുഴുവൻ പൈസയും തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഈ ലൈബ്രറി കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു. അവർക്ക് നമ്മൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഗുണഭോക്താക്കൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ദയവേത് എനിക്ക് പറയാനുള്ളത്, ഈ മാധ്യമ സുഹൃത്തുക്കൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകൾ തെറ്റായ വാർത്തകളാണ്. 1000 കോടിയുടെ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞത് തെറ്റായ വാർത്തകളാണ്. നിങ്ങൾ കൃത്യമായി ഇത് പഠിക്കണം. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഇത് കൃത്യമായി പഠിക്കണം. എന്നിട്ട് എന്താണ് സംഭവിച്ചെന്നുള്ളത് പൊതുജനങ്ങളോട് പറയണം. പൊതുജനങ്ങളാകെ പേടിച്ച് നിൽക്കുക, എല്ലാം തട്ടിപ്പാണ്. അങ്ങനെ തട്ടിപ്പല്ല ഇത്. ആ തട്ടിപ്പ് നടക്കാതെ പകരം അതിൻ്റെ ഉള്ളിൽ നിന്ന് തട്ടിപ്പ് നടത്തിയ ആളെ പുറത്തു കൊണ്ടുവന്ന് അവർക്ക് മാതൃകമായി ശിക്ഷിക്കുകയും അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ പിടിച്ചെടുത്തു വന്ന് ഇവർക്ക് നൽകാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ അനന്തകൃഷ്ണനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ നിങ്ങളുടെ ഈ സംവിധാനത്തിന്? അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ NGO കോൺഫെഡറേഷൻ സന്നദ്ധ സംഘടന കൂട്ടായ്മ എന്ന് പറഞ്ഞത് 2022 കോവിഡ് കാലത്ത് തുടങ്ങിയതാണ്. ആ കോവിഡ് കാലത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഈ കൂട്ടായ്മക്കൊക്കെ നേതൃത്വം കൊടുത്തത്, നമ്മൾ അന്നത്തെ നേതൃത്വം കൊടുത്തത് അനന്തകുമാർ സാർ എന്ന് പറയുന്ന സായി സെൻ്ററിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ആ കൂട്ടായ്മയ്ക്ക് അതിനൊരു കുഴപ്പമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം അവരൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മൾ അനന്തകുമാറിനെതിരെയും ഇപ്പോൾ പരാതി വരികയാണ്. ഇതിൻ്റെ മെയിൻ ആൾ അദ്ദേഹമാണെന്ന് പറയുകയാണ്. ഈ അനന്തകൃഷ്ണൻ 2 കോടി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹവും കേസിലേക്ക് വരികയാണ്. ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട വസ്തുതയാണ്.
സാധാരണ അത് അവർ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. നേരത്തെ തന്നെ ഈ കാര്യം അനന്തകുമാർ സാറിൻ്റെ സായി സെൻ്ററിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞത്. അവരിപ്പം കേസിൽപ്പെടുത്തിയിട്ടുള്ളത് ഈ പരാതിയുടെ ഭാഗമായിട്ട് വന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം അന്വേഷിക്കട്ടെ. അനന്തകുമാർ സാറ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ഈടാക്കിയെങ്കിൽ ആ പണം തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ പിരിച്ച പണം ഈ ഇതിലേക്ക് പോയിട്ടുണ്ടോ, ഈ സൊസൈറ്റി? ഞങ്ങൾ പിരിച്ച പണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സീഡ് സൊസൈറ്റി ബന്ധപ്പെട്ട ഈ പറഞ്ഞ അക്കൗണ്ടിലേക്കും ഞങ്ങൾ പിരിച്ച പണം പോയിട്ട് നമുക്ക് NGO കോൺഫെഷൻ ഒരു 10-15 അക്കൗണ്ട് ഉണ്ട്. അത് പല ഘട്ടത്തിലാണ്. ഞങ്ങൾ പിരിച്ച പണം ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് കമ്പനിക്ക് അയച്ചിട്ട് നമ്മുടെ 2 വീലർ കമ്പനിക്ക് ഞാൻ ഡയറക്റ്റ് അയച്ചിട്ടുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളാക്കിയാണ്. അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് ബേജാറില്ല, ഞങ്ങൾക്ക് പേടിയില്ല. ഞാൻ അതാ പറഞ്ഞത്, അതിൽ ഒരു ഗ്യാരണ്ടി ചിലപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കോടതി ഈ ഒരു ഇടപെടൽ അതിൽ ഭാഗമായിട്ടുണ്ട്. ആ പണം വൈകിയാലും ഞങ്ങൾ ഉറപ്പ് നൽകുന്നത് നിങ്ങളുടെ എത്ര പണം ഉണ്ട് അത്ര അക്കൗണ്ട്? ഞങ്ങൾ വളരെ കുറച്ച് പണം മാത്രമേ അതിൽ വളരെ കുറച്ച് ലക്ഷക്കണക്കിന് രൂപ മാത്രമേ, വലിയ പണം ഞങ്ങൾ വരുന്നില്ല. അപ്പോൾ അത് ബാക്കിയെല്ലാം ഞങ്ങളെ കയ്യിൽ നമ്മൾ കൈകാര്യമാണ്. എത്ര വന്നു കഴിഞ്ഞാലും അതെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷി നമുക്ക് ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് കണ്ണൂരിലെ രാഷ്ട്രീയത്തോട് പറയാനുള്ളത്, ഇത് DCC പ്രസിഡന്റ് നേരത്തെ ഈ പത്രസമ്മേളനം നടത്തിയത് ഞാൻ കാണുന്നു. DCC ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ ഞങ്ങളുടെ കമ്മിറ്റി തന്നെ ഈ ഉത്തരവാദപ്പെട്ട കോൺഗ്രസിൻ്റെ, ഞാൻ അതിൽ രാഷ്ട്രീയം പറയുകയില്ല, ഈ APJ ലൈബ്രറി വിവിധ വിവിധപ്പെട്ട ആളുകളാണ് ഉത്തരവാദപ്പെട്ട കോൺഗ്രസിൻ്റെ ആളുകൾ ഉള്ള ഒരു കമ്മിറ്റിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനെ ഒരു രാഷ്ട്രീയമായി കാണേണ്ടതില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാം, ഇരകളെക്കുറിച്ച് പറയാം, ഞങ്ങളും ഒരുപക്ഷെ വേണമെങ്കിൽ അത് ഇരയാണെന്ന് പറയാം. അല്ലാതെ നമ്മൾ നടത്തുന്ന എല്ലാ കാര്യങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങൾ തട്ടിപ്പാണെന്നല്ല പറയേണ്ടത്. നിങ്ങൾക്ക് പറയാം, നിങ്ങൾ പറയേണ്ടത് ഈ ഇരകളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അല്ലാതെ ഇത് ചെയ്യുന്ന എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവരെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുകയാണ്. ഇങ്ങനെ നമ്മളെപ്പോലുള്ള സന്നദ്ധ പ്രവർത്തകരെ ഇങ്ങനെ നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുകയാണ്. വേണമെങ്കിൽ മാർട്ടിൻ ജോർജ് എന്ന് പറഞ്ഞ DCC നമ്മളെ നല്ല സുഹൃത്തുക്കളാണ്. TM മോഹൻ എന്ന് പറഞ്ഞ ചെയർമാൻ നമ്മളെ നല്ല സുഹൃത്തുക്കളാണ്. ഇവരെല്ലാം നമ്മളെ ഈ മാർട്ടിൻ ജോർജ് വന്നെന്ന് പറയല്ല, ഈ പറഞ്ഞ നിരവധി കണ്ണൂർ കോർപ്പറേഷൻ്റെ നിരവധി ആളുകളെല്ലാം ഞങ്ങളുടെ ഈ പദ്ധതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയില്ല. അവരെ ഞങ്ങൾ വിളിച്ചോളൂ, ഞങ്ങളെ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് അവർ വരുന്നത്. അവരെ കുറ്റപ്പെടുകയില്ല. അതിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്, MLA മാർ പങ്കെടുക്കുന്നുണ്ട്, ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ പരിപാടികളിൽ ഞാൻ പറയുന്നത് APJ ലൈബ്രറി എന്ന് പറയുന്നത് എല്ലാവരും കൂടി ചേർന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി പാടില്ല. അതിൽ ആരും പേടിക്കേണ്ടതില്ല എന്ന് നമ്മുടെ ഉപഭോക്താക്കൾ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ്. ഈ CSR ഫണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഈ CSR ഫണ്ടിൻ്റെ പേരിലാണല്ലോ ഈ വ്യാപകമായ പണപ്പിരിവൊക്കെ നടന്നിട്ടുള്ളത്. CSR ഫണ്ട് APJ അബ്ദുൽ കലാം ലൈബ്രറിക്ക് കിട്ടുന്നുണ്ടോ? യഥാർത്ഥത്തിൽ CSR ഫണ്ട് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിൾ ഫണ്ട് എന്ന് പറയും. അത് നമ്മുടെ ലൈബ്രറിക്ക് കിട്ടില്ല. കാരണം അത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് NGOs നമുക്ക് ഭാവി കിട്ടും. അത് 4-5 വർഷം ഓഡിറ്റൊക്കെ ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ CSR ഫണ്ട്. യഥാർത്ഥത്തിൽ CSR ഫണ്ട് തട്ടിപ്പല്ല. നമുക്ക് CSR ഫണ്ടിനെ കുറിച്ച് എങ്ങനെയാണത്? മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ സമയത്താണ് നമ്മുടെ കമ്പനി പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ സ്ഥാപനങ്ങളും, പൊതുമേഖലാ സ്ഥാപനങ്ങളായിക്കോട്ടെ, സ്വകാര്യ സ്ഥാപനമായിക്കോട്ടെ, ഗവൺമെൻറ് സ്ഥാപനങ്ങളായിക്കോട്ടെ, അവരുടെ ടേണോവറിൻ്റെ ലാഭത്തിൻ്റെ ഇത്ര ശതമാനം CSR കൊടുക്കണം എന്ന് നിയമമാണ്. ആ CSR പ്രകാരമാണ് മുന്തേരി ഹൈസ്കൂളിൽ ശ്രീ KK രാഗേഷ് MP ആയപ്പോൾ 100 കോടി രൂപ കൊണ്ടുവന്ന്. ഇത് CSR തട്ടിപ്പാണ്. ഇപ്പം നടക്കുന്ന CSR തട്ടിപ്പാണെന്ന് പറയുന്നതൊക്കെ തെറ്റിദ്ധാരണകരാണ്. CSRനെ കുറിച്ച് പഠിക്കാതെ കൊണ്ടാണ് അത് പൊതുനന്മ ഫണ്ട് ഈ പൊതുസ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഇരുചക്ര വാഹനങ്ങൾ വാങ്ങാനും മറ്റുമൊക്കെ ഇങ്ങനെ അവർ കൊടുക്കുന്നുണ്ടോ ശരിക്കും? CSR ഫണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതോ, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CSR ഫണ്ട് കൂടി കിട്ടുന്നു എന്ന് മാത്രമേ ഏത് രേഖയും നമ്മൾ ഇറക്കുന്ന നോട്ടീസ് പറയുന്നത്. അതിൽ ക്രൗഡ് ഫണ്ടാണ്, മാർക്കറ്റിംഗ് ഫണ്ടാണ്. CSR കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന CSR കൊടുക്കുന്നുണ്ട്. CSR ഈ വാഹനങ്ങളായാലും ലാപ്ടോപ്പായാലും CSR കൊടുക്കുന്നത് എങ്ങനെയാണ്? CSR അവരുടെ ഭരണഘടനയിൽ CSRമായി ബന്ധപ്പെട്ട് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടാവും. നമ്മുടെ കമ്പനി HP കമ്പനി ആയിക്കോട്ടെ, ഏത് കമ്പനി ആയിക്കോട്ടെ, നമ്മുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയാണ് CSR ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് ലാപ്ടോപ്പൊക്കെ മാറ്റാൻ വേണ്ടി പറ്റും. ചില കമ്പനികൾ എഴുതുന്നത് നമ്മൾ വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി എഴുതുന്ന പറയും. ആ ഫണ്ട് എന്ത് ചെയ്യും? നമുക്ക് തയ്യൽ മിഷൻ വഴി ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട് CSR വാങ്ങുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. നമ്മൾക്ക് APJ ലൈബ്രറിക്ക് ഡയറക്റ്റ് CSR കിട്ടാനായിട്ടില്ല. ഭാവിയിൽ നമ്മളതിന് ശ്രമിക്കുന്നത്. നമുക്ക് ഒരുപാട് ഫണ്ട്, ഗവൺമെൻറ് ഫണ്ട് നേരിട്ട് കിട്ടുന്നതാണ്. നമ്മളെ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ, അതിൻ്റെ ഒരു RPM ആണ് ഞാനും നിൽക്കുന്ന ഈ തമ്പാൻ മാഷം. നമ്മൾ 100 കണക്കിന് ക്ലാസ്സുകൾ EMC ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അത് നമുക്ക് ലൈബ്രറി കൗൺസിൽ ത്രൂ നമ്മൾ നേരിട്ട് എല്ലാം തന്നെ കഴിഞ്ഞ 2 വർഷം മുന്നേ കോവിഡ് സമയത്ത് 10 ലക്ഷം രൂപയാണ് നമ്മൾ APJ ലൈബ്രറിക്ക് ഈ ക്ലാസ് നടത്താൻ വേണ്ടി, ജില്ലയിലുള്ള ക്ലാസ് നടത്താൻ വേണ്ടി സാധിക്കുന്നത്. നബാർഡിൻ്റെ ഫണ്ട് കിട്ടുന്നത്. അങ്ങനെ വിവിധ ഏജൻസികൾ നടക്കുകയാണ്. അപ്പോൾ CSR എന്ന് പറയുന്നത് CSR നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നില്ല. പക്ഷേ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കണ്ണൂർ തന്നെയുള്ള നിരവധി സ്ഥാപനങ്ങൾ, ഈ നമ്മുടെ കൂട്ടത്തിലുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് CSR കിട്ടുന്നുണ്ട്. അതെല്ലാം CSR പറയുന്ന രീതിയിൽ എന്തിനാണോ പറയുന്നത് അത് പ്രകാരം ഉപയോഗിക്കാനേ പറ്റുള്ളൂ. എത്ര ആളുകൾക്ക് ഇനി നിങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ കൊടുക്കാനുണ്ട്? എത്ര പേർക്ക്? എണ്ണമുണ്ടോ?
നമ്മൾ വളരെ കുറച്ച് ഒരു 100-ൽ താഴെയുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അത് കുറേ ആളുകൾ ഞങ്ങളോട് പറയുന്നത് നമുക്ക് ഇരുചക്ര വാഹനം വേണ്ടതില്ല, ഞങ്ങൾക്ക് പൈസ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് റീപേയ്മെൻറ്റ് സ്കീം കൂടിയുണ്ട്. ഒന്ന് ഇരുചക്ര വാഹനം വേണമെങ്കിൽ നമുക്ക് ഒരു സമയം എടുത്തുകൊണ്ട് അത് ഒരു റീപേയ്മെൻറ്റ് അത് പണ്ടേ ഉള്ളത്. ഇപ്പോൾ ഇത് മാത്രമല്ല, ഈ പ്രശ്നം വന്നല്ല, നേരത്തെ ഉള്ളതാണ്. ആർക്കെങ്കിലും പണമടച്ച് വേണ്ടെങ്കിൽ ഈ റീപേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. അത് ഇപ്പോൾ ചില ആളുകൾ നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് വണ്ടി കൊടുക്കാനുള്ളത് സമയം ആയിട്ടില്ല, നമ്മൾ നേരത്തെ പൈസ അടച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ മെയ് മാസമാണ് നമ്മൾ ആളുകൾക്ക് വണ്ടി കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാവരോടും പറയുന്നത് ഈ മെയ് മാസം വരെ നിങ്ങൾക്ക് കാത്തിക്കാം. അതുപ്രകാരം ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ നീക്കുന്നുണ്ട്, നമ്മൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടുന്നില്ലെങ്കിൽ ആ പേയ്മെൻറ്റ് ഉത്തരവാദിത്തം ഞങ്ങൾക്കാണുള്ളത്. അത് ചില ആൾ പറയുന്നത് നമുക്ക് വേണ്ടതില്ല, നമുക്കിത് വണ്ടി വേണ്ടതില്ല എന്ന്, നമുക്ക് റീപേയ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ വന്ന് എഴുതി തരും. ആ എഴുതി പ്രകാരം അതിന് റീപേയ്മെൻറ്റ് ആളുകൾ വരുന്നുണ്ടോ? ഒറ്റപ്പെട്ട ആളുകൾ, അങ്ങനെ ഒരുപാട് നാളിൽ ഒറ്റപ്പെട്ട ആളുകൾ അങ്ങനെ വന്ന് ചെയ്യുന്നേ ഉള്ളൂ. പൈസ കൊടുത്തിട്ടുണ്ട്. അല്ല, അത് പൈസ കൊടുക്കാനായിട്ടില്ല. അവർ റീപേയ്മെൻറ്റ് നമുക്ക് 2 മാസം സമയമുണ്ട്. ആ റീപേയ്മെൻറ്റ് വ്യവസ്ഥ 2 മാസം സമയമുണ്ട്. ആ സമയത്ത് അത് ക്ലിയർ ആയി കൊടുക്കും. അതുകൊണ്ട് ആളുകൾ പൂർണ്ണമായിട്ട്, ചില ആളുകൾ ഇപ്പോൾ തന്നെ ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മാറുന്നവർക്ക് നമുക്ക് ഈ സൂം കമ്പനിയുടെ ഇലക്ട്രിക്കൽ വണ്ടിക്ക് മാറാനുള്ള സംവിധാനമാണ്. ആ വണ്ടി കിട്ടേണ്ട സമയം ഒരു 2-2.5 മാസം എടുക്കുന്നുണ്ട്. നമുക്ക് അത് കൊടുക്കാം. നമ്മളിപ്പോൾ സൂം വണ്ടി ഇപ്പോൾ അടുത്ത ദിവസം കുറേ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ആളുകൾക്ക് അങ്ങനെ വന്നെങ്കിൽ അതും ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാ സൗകര്യവും ജനങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു സർവീസ് ഓറിയൻറ്റഡ് പ്രവർത്തനമാണ് നമ്മുടെ APJ. സംഭവങ്ങൾക്ക് ശേഷം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നം വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് വരും. നമുക്ക് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ആദ്യം തന്നെ ഈ നിങ്ങളുടെ പത്രങ്ങളിലെല്ലാം വാർത്ത വരുന്നതിന് മുന്നേ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അവർ പറഞ്ഞു നിങ്ങളെ കുറച്ച് ഒരു പ്രശ്നങ്ങളില്ല, കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ. ഇനി ഈ മൊത്തം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഏജൻസി അന്വേഷിക്കും. അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഇതെല്ലാം കാണിക്കണം. ഞങ്ങളെ സംബന്ധിച്ചാൽ നമുക്കെല്ലാം കൃത്യമായി കണക്ക് രേഖപ്പെടുത്തിയാണ്, കൃത്യമായി ബാങ്ക് അക്കൗണ്ട് വഴി ചെയ്യാണ്. അതൊക്കെ രേഖകളെല്ലാം എല്ലാ ഫയലും നമ്മൾക്ക് കൃത്യമായിട്ട് സൂക്ഷിക്കുന്നതാണ്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലില്ല? ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു പ്രശ്നവും നമ്മൾ മുന്നിട്ടില്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു കമ്മിറ്റി, ആ കമ്മിറ്റി നമ്മൾ യോഗം ചേർന്നു. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞങ്ങളുടെ 5ാം വാർഷികം വരികയാണ്. ഈ മാർച്ച് മാസം 9-നാണ് നമ്മുടെ 5ാം വാർഷികം. 5ാം വാർഷികം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാത്ത പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10,000 അംഗങ്ങളെയാണ് ഈ ലൈബ്രറി ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ പ്രവർത്തനം നേരത്തെ തുടങ്ങിയിട്ട് കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് അതിൻ്റെ ആജീവനാന്തങ്ങളിലും നമ്മുടെ ആളുകളൊക്കെ ചേർത്തുകൊണ്ട് സമ്പത്ത് സ്വരൂപിക്കാൻ ആവശ്യ കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുവെങ്കിൽ അത് ഉപഭോക്താക്കൾ കൊടുക്കാൻ ആവശ്യമായ കാര്യം നമ്മൾ ചെയ്യും. ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണിത്. ഈ ലൈബ്രറി എന്നൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ സംസ്കാര രംഗത്ത്, അതിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഒളിച്ചോടുന്നില്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന പൊതുപ്രവർത്തകരാണ്. ഈ പൊതുപ്രവർത്തകർക്ക് ലഭിക്കുന്ന ആക്ഷേപങ്ങൾ മാത്രമായിട്ട് ഞങ്ങൾ ഇത് കാണുന്നത്. ആ ആക്ഷേപങ്ങളൊന്നും നമ്മൾ ആ അർത്ഥത്തിൽ മാത്രമേ കാണുള്ളൂ. ആരും പ്രയാസപ്പെടാതെ മുന്നോട്ട് പോകാൻ നമ്മൾ ചെയ്യും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്, CPM-ൻ്റെ ഒരു പ്രവർത്തകൻ കൂടിയാണല്ലോ ബൈജു, പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം തേടുകയോ അല്ലെങ്കിൽ ഇത് നിർത്തണമെന്നാവശ്യപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? CPM-ൻ്റെ നയപരമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ അംഗങ്ങളാകുമ്പോൾ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ CPM കൂടി അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ലൈബ്രറി എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ ചെയ്ത് ആ ലൈബ്രറിക്ക് ഒരു ബൈലോ ഉണ്ട്. ആ ബൈലോ പ്രകാരം മാത്രമാണ് പ്രവർത്തിച്ചത്. പക്ഷേ ഈ വിഷയം വന്നപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ MV ജയരാട്ടൻ എന്നോട് കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ചു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്നതിൽ, ഒരു പാർട്ടി പ്രവർത്തകൻ എന്നതിൽ അതിനെ അടിയുറച്ച് പ്രവർത്തിക്കുന്ന അതിൻ്റെ കൂടി ഭാഗമാണ്. ആ CPM പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞങ്ങളൊക്കെ ഈ പൊതുപ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ പാർട്ടി ഔദ്യോഗികമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ മുന്നിൽ കാണുന്നത്, നമുക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രേഖകൾ പൂർണ്ണമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി വിരുദ്ധമായിട്ട് ഒരു കാര്യം പോലും ഇതിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ നോക്കേണ്ടത്, നിങ്ങൾ ആദ്യം കാണേണ്ടത്, ഈ വണ്ടി കിട്ടിയ 10-300 ആളെ ഞങ്ങൾ വണ്ടി കൊടുത്തിട്ടുണ്ട്. 10-600 ആളുകളും ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് പാർട്ടി നേതൃത്വവും ആളുകൾ പറയുന്നെങ്കിൽ ഈ തട്ടിപ്പ് ഉണ്ടാക്കിയത്, അതിന് തട്ടിപ്പിൻ്റെ വിഹിതം ഈ ആളുകൾ കൂടി വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും തട്ടിപ്പല്ല എന്ന് അടിയുറച്ച് പറയുകയാണ്. ഏത് അന്വേഷണം പഠിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഈ കാര്യങ്ങൾ ഇങ്ങനെ തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സന്നദ്ധ സംഘടന പ്രവർത്തിക്കണേ ബുദ്ധിമുട്ടിക്കുന്ന ഇതിനെതിരെ ശക്തമായ നടപടി നമ്മുടെ ഗവൺമെൻറ് ഒരു പ്രത്യേക അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം നടത്തി സന്നദ്ധ സംഘടനകൾ ഈ തട്ടിപ്പിൻ്റെ ഭാഗമല്ല എന്ന് പറയാൻ വേണ്ടി കൂടി തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ, ഈ കൃഷ്ണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്? ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം ഞങ്ങൾ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ
വെക്കുന്നുണ്ട്, എല്ലാ അക്കൗണ്ടും കൃത്യമായി വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ്. സീഡുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്. ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്രയും ജനങ്ങൾ വിശ്വസിച്ചിട്ട് ഇപ്പോഴും നമ്മളൊക്കെ വരുന്നുണ്ട്, നമ്മളോട് ചോദിക്കുന്നുണ്ട്, അവർക്ക് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. അവർക്ക് സമയാസമയങ്ങളിൽ പൈസയോ അല്ലെങ്കിൽ വാഹനമോ കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാണെന്ന് തന്നെ അറിയിക്കുന്നുണ്ട്. അവർ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആളാണല്ലോ, ഈ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ട് ഇതിൽ നമുക്ക് യാതൊരു ഗുണവും നമുക്കിതിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അവർക്ക് ആ തൊഴിൽ വേണം, അവരുടെ ദാരിദ്ര്യ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് പ്രധാന ഉദ്ദേശം നമ്മൾ തയ്യൽ മിഷൻ കൊടുക്കുന്നത്. അതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ ആ രീതി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകും. ഇനിയും നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ഇനിയുള്ള ഘട്ടത്തിലും ഇതുപോലെ കൊടുക്കാൻ തന്നെ തയ്യാറായിട്ട് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ സൈക്കിളൊക്കെ വിതരണത്തിന് വേണ്ടി ഇതൊക്കെ വിതരണത്തിന് വേണ്ടി തയ്യാറാക്കുന്നതാണ്. ഇതിൻ്റെ ഉപഭോക്താക്കൾ ഇപ്പോഴും വന്ന് സൈക്കിൾ വാങ്ങുന്നുണ്ട്, കൃത്യമായി വാങ്ങുന്നുണ്ട്. അത് ഇലക്ട്രിക് സ്കൂട്ടർ നമ്മൾ 2 ആഴ്ച മുമ്പേ ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞത്. അവർ വാങ്ങുന്നുണ്ട്. ഇനിയും നമുക്ക് അപേക്ഷയുണ്ട്, അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. പോലീസ് തന്നെ അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഈ APJ അബ്ദുൽ കലാം ലൈബ്രറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പൊതുസമൂഹത്തിൻ്റെ ചർച്ചയിലേക്ക് വരുന്നത്. DCC പ്രസിഡന്റ് ഉൾപ്പെടെ വാർത്താ സമ്മേളനം വിളിച്ച് ഈ APJ അബ്ദുൽ കലാം ലൈബ്രറിയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള പണപ്പിരിവ് നടത്തുന്നുണ്ട്, അത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഏത് അന്വേഷണവും നടക്കട്ടെ എന്നാണ് അതിൻ്റെ സാരഥികൾ പറയുന്നത്. PK ബൈജു ഉൾപ്പെടെ CPMൻ്റെ പ്രവർത്തകൻ കൂടിയാണ്, മുൻ ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി കൂടിയാണ് PK ബൈജു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ആരോപണം വരുന്നത്. ഇതിൽ CPM നേതാക്കളും പ്രവർത്തകരുമൊക്കെ ആണ് ഇതിൻ്റെ തട്ടിപ്പിന് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആരോപണം ഉന്നയിച്ചത്. ആരോപണങ്ങളൊക്കെ തന്നെ PK ബൈജു നിഷേധിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഏത് തരത്തിലുള്ള അന്വേഷണവും നടന്നോട്ടെ, തങ്ങൾ 1000-ലധികം ആളുകൾക്ക് തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്, 600-ലധികം ആളുകൾക്ക് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്, 300-ലധികം ആളുകൾക്ക് ഇരുചക്ര വാഹനങ്ങളും നൽകിയിട്ടുണ്ട്, ഇനിയും അത് തുടരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇത് കമ്പനികളുമായി നേരിട്ട് നടത്തുന്ന ചർച്ചയുടെ ഭാഗമായി കിട്ടുന്ന ഫണ്ട് കൂടിയാണ് എന്ന് PK ബൈജു വ്യക്തമാക്കുകയാണ്. അനന്തകൃഷ്ണൻ്റെ തട്ടിപ്പുമായി ബന്ധമില്ല, പക്ഷേ ഇവർ ഈ സീഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂടി ഒരു NGO എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അക്കൗണ്ടിലേക്ക് ഇവരുടെ കുറച്ച് പണം പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ആ പണം കൂടി തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. ആർക്കെങ്കിലും പണം ഈ സാധനം വേണ്ട എന്നുണ്ടെങ്കിൽ അവർക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള ശേഷിയും തങ്ങൾക്കുണ്ട് എന്ന് ഉറച്ചു പറയുകയാണ് APJ അബ്ദുൽ കലാം ലൈബ്രറിയുടെ സാരഥികൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ തുടരട്ടെ. ഇത്തരത്തിലുള്ള സേവന സന്നദ്ധരായി നിൽക്കുന്ന ആളുകൾക്ക് ഇതൊരു പ്രശ്നമായി മാറാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്നതുകൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്കും പറയാനുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.